ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ചിലവർക്ക് ഇടം കൈയായിരിക്കും കൂടുതൽ സ്വാധീനം, ചിലവർക്ക് വലം കൈയായിരിക്കും കൂടുതൽ സ്വാധീനമുണ്ടാകാം. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇടത് കൈയാണ് കൂടുതൽ വശം. നമുക്കറിയാം, ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഈ നരേന്ദ്രമോദി ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് സന്ദർശിക്കുന്ന സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നരേന്ദ്രമോദി കൂടുതലും ഇടത് കൈയാണ് ഉപയോഗിച്ചുകൊണ്ട് കൈ വീശി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അതോടൊപ്പം തന്നെ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കാൻ വരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ മറ്റ് എന്ത് സാധനം എടുത്താലും നരേന്ദ്രമോദി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇടത് കൈയായിരിക്കും. എന്നാൽ വലം കൈക്കും നരേന്ദ്രമോദിക്ക് വലിയ സ്വാധീനക്കുറവ് ഒന്നുമില്ല. ഇനിയിപ്പോൾ തെറ്റിദ്ധരിക്കരുത്, നരേന്ദ്രമോദിക്ക് വലം കൈക്ക് എന്തെങ്കിലും സ്വാധീനമുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി കൂടുതലായിട്ട് ഇടത് കൈ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നരേന്ദ്രമോദിക്ക് രണ്ട് കൈയിലും ഇടതും വലതും ഒരേപോലെ തന്നെ നരേന്ദ്രമോദി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇടത് കൈ എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ വലം കൈയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്ക് അത് തടയാനും കഴിവുണ്ട്, ആരുടെങ്കിലും മുഖത്തേക്ക് തല്ലാനും കഴിവുണ്ട്, തലോടാനും കഴിവുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു കഴിവ് ഇടത് കൈക്കുമുണ്ട്, വലത് കൈക്കും നല്ല സ്വാധീനവുമുണ്ട്. വ്യക്തി ജീവിതത്തിലും അതോടൊപ്പം തന്നെ ഭരണനിർവഹണ കാര്യങ്ങളിലും ആ നൈപുണ്യം മോദി കാണിച്ചിട്ടുമുണ്ട്. ലോകരാജ്യങ്ങളിലെ നേതാക്കളെല്ലാം ഇപ്പോൾ ഫ്രാൻസിലാണ്. നമുക്കറിയാം, G7 ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എല്ലാ ലോക നേതാക്കളും ഫ്രാൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട്. നിലവിലൊരു സംഭവം നടന്നു ഇന്നലെ. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ചവിട്ടുപടി കയറാനായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ട്രംപ് നല്ല വയസ്സായി, അതുകൊണ്ട് തന്നെ പടി കയറാനും ഒക്കെ ആരുടെയെങ്കിലൊക്കെ സഹായം വേണം. അപ്പോൾ നരേന്ദ്രമോദി ട്രംപിനൊരു സഹായം ചെയ്തു. അതായത് ചവിട്ടുപടി കയറാനായി കൈത്താങ്ങായി മോദി ട്രംപിന് ഒന്ന് കൈ കൊടുത്തു. ആ വീഡിയോ ഇന്നലെ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു വൈറലായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്നുള്ള ഈ ക്ലിപ്പ് അവിടെ ലോക നേതാക്കൾ, അതായത് ആഗോള നേതാക്കൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒത്തുകൂടി. ആ വേളയിലാണ് മോദി ട്രംപിനെ ഒന്ന് സഹായിച്ചത്. വേദിയിൽ നടന്ന ഗ്രൂപ്പ് ഫോട്ടോ സെഷനിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ ഒരു പ്രത്യേക നിമിഷമുണ്ടായത്. നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ ട്രംപ് ഒരു പടിയിലേക്ക് കയറുമ്പോൾ അല്പം ബുദ്ധിമുട്ടുന്നത് മോദി കണ്ടു. മോദി എന്ത് ചെയ്തു? അല്പം ഒരു സഹായ ഹസ്തം എന്ന് വേണം ആ കൈ ഒന്ന് നീട്ടിക്കൊടുത്തു. തുടർന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനും ഭാര്യയ്ക്കും വേദിയിൽ ചേരാൻ വഴിയൊരുക്കാൻ US പ്രസിഡന്റ് മാറി നിന്നു. ഫോട്ടോ എടുത്തതിന് ശേഷം ആശയവിനിമയം തുടർന്നു. ട്രംപ് മറ്റാഗോള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ കൈ പിടിച്ചിരിക്കുന്നതായും കാണാമായിരുന്നു. മോദിയുടെ ഇടത് കൈ ഉയർത്തിയുള്ള പ്രസംഗം ഏറെ പ്രസിദ്ധമാണ്. നിശ്ചയദാർഢ്യവും നിഷ്ഠയും ഒക്കെ പറയുമ്പോഴും പ്രകടിപ്പിക്കുമ്പോഴും മോദി ഇടത് കൈയും അതോടൊപ്പം തന്നെ ഇടത് കൈയിലെ ചൂണ്ടുവിരലും ഉയർത്തി സംസാരിക്കാറുണ്ട് എന്നാണ് നിരീക്ഷകർ ഇപ്പോൾ പറയാറ്. ഡിപ്ലോമാറ്റിക് പ്രോട്ടോകോളൊക്കെ പരിഗണിച്ച് മോദി വലം കൈ കൊണ്ട് നടത്തുന്ന ശരീരഭാഷാ പഠനങ്ങൾ ചില സൂക്ഷ്മ നിരീക്ഷകർ പലപ്പോഴും എഴുതി കാണിക്കാറുണ്ട്. US പ്രസിഡന്റിനെ താങ്ങിയ അതേ കൈകളാണ് US-ന്റെ താക്കീതുകളെയും നിലയ്ക്ക് നിർത്തിയത്. ട്രംപിന് താങ്ങായ മോദി കൈകളും അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഫ്രാൻസിലെ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി ഇന്ന് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചകളിൽ ഉൾപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. പ്രാദേശിക സുരക്ഷാ ചർച്ചകളുടെ ഒരു പ്രധാന ഭാഗമാകും. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളും അതോടൊപ്പം തന്നെ ഹോർമോസ് കടലിടുക്കിലുണ്ടായ ആശങ്കകൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ G7 ഉച്ചകോടിയിൽ ഉണ്ടാകും. കൂടാതെ ട്രംപുമായിട്ട് മോദി ഒരു ഒറ്റയ്ക്ക് ഒരു ചർച്ച നടത്തും എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. ആഗോള ഊർജ്ജ പാതകളെ ബാധിക്കുന്ന വിശാലമായ സുരക്ഷാ സാഹചര്യം ഇരുപക്ഷവും അവലോകനം ചെയ്യും. ഊർജ്ജ സഹകരണം മറ്റൊരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാകാൻ സാധ്യതയുണ്ട്. ദീർഘകാല ഊർജ്ജ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യ അമേരിക്കയുമായി സ്ഥിരമായി പ്രവർത്തിച്ചു വരികയാണ്. കൂടാതെ US-ൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതും യോഗത്തിൽ ഒരു പ്രധാന ചർച്ചയായി മാറും. കൂടാതെ ഹോർമസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ നാവികസേന ഇന്ത്യയിലെ കപ്പലിലെ നാവികരെ ആക്രമിച്ചതുമായി അതിൽ 3 നാവികർ കൊല്ലപ്പെട്ടു. അതിലൊരു പ്രതിഷേധവും മോദി രേഖപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.